നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഇന്നലെ നിഫ്റ്റി വീണ്ടും ഒരു ഫർദറായിട്ടൊരു ഫ്രഷ് ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. റിലയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ, HDFC ബാങ്കിൽ നിന്ന് ഫർദറായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കുറവ്, കൂടാതെ തന്നെ ITC കഴിഞ്ഞ 5 ദിവസമായിട്ട് ITC ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നു. ഇന്നലെ മാരുതിയുടെ ഹൈബ്രിഡ് കാറുകൾക്ക് UP-യിൽ നിന്ന് രജിസ്ട്രേഷൻ വേ ഓഫ് ചെയ്തതുകൊണ്ട് മാരുതി ഉൾപ്പെടെയുള്ള ഓട്ടോ സെക്ടർ ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയിലാണ് നമുക്ക് കണ്ടത്. റെയിൽവേ സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൂടാതെ തന്നെ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡും മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹയർ സൈഡിലെ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഫർദറായിട്ട് ഈ ഒരു വ്യാഴാഴ്ച ദിവസം IT കമ്പനീസിൻ്റെ റിസൾട്ട് വരികയാണ്. ഇൻഫോസിസ്, വിപ്രോ, TCS ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഇവൻ്റാണ്. കൂടാതെ തന്നെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. FIIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 314 കോടി രൂപക്കും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1416 കോടി രൂപക്കും ബൈ ചെയ്തതുകൊണ്ടാണ് ഈവൻ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പോലും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് വലിയൊരു ഈവൻ്റ് ഉണ്ടായിരുന്നത് US സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജെറോം പവലിൻ്റെ സ്പീച്ചിൽ US എക്കണോമി കൂൾ ഡൗൺ ആവുന്നുണ്ട്, എന്നാൽ അവിടുത്തെ ഇൻട്രസ്റ്റ് കട്ടിനെ കുറിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഒരു സ്പീച്ചൊന്നും നൽകിയിട്ടില്ല. എക്കണോമിക് കൂൾ ഡൗൺ ആവുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എങ്ങും തൊടാതെയുള്ള ഒരു പ്രസ്താവനയാണ് ജെറോം പവൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് ആ ഒരു പ്രസ്താവനയിൽ വലിയ രീതിയിൽ റാലിയോ ആയിട്ടില്ല, മിക്സ്ഡ് ആയിട്ടുള്ള റോസിംഗ് ആണ്. പക്ഷേ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത HDFC ബാങ്ക് ഇന്നലെ അവിടെ 1% ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഏഷ്യൻ മാർക്കറ്റോ ഗിഫ്റ്റ് നിഫ്റ്റി ഒന്നും പ്രത്യേക ഒരു ഇൻഡിക്കേഷനൊന്നും നൽകുന്നുമില്ല. ഇനി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ചർച്ചയിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇതൊരു ബയ്യോ സെല്ലോ ഇൻഡിക്കേഷൻ അല്ല, മാർക്കറ്റിലുള്ള വിപണിയിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ ആണ്. KDDL കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യുകയാണ്. ഷെയർ ബൈബാക്ക് മീൻസ് ഇവരുടെ തന്നെ സ്റ്റോക്കുകൾ വിപണിയിൽ നിന്ന് തിരികെ വാങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ഷെയർ ബൈബാക്ക്. സ്വാഭാവികമായ രീതിയിൽ കമ്പനി ഇവരുടെ ബിസിനസ്സിൽ കൂടുതൽ അമിത പ്രതീക്ഷ ഉള്ള സാഹചര്യത്തിലാണ് ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ടെൻഡർ ഷെയർ ബൈബാക്കാണ്. അതായത് നമ്മളുടെ ഡിമാറ്റിൽ നിന്ന് ഇവർ വാങ്ങും. അപ്പോൾ വെറുതെ വാങ്ങുകയല്ല, ഉയർന്ന പ്രൈസിൽ ഇവർ വാങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബൈബാക്ക് പ്രൈസ് 3270 രൂപയാണ്. KDDLൻ്റെ കറൻറ്റ് പ്രൈസിൽ നിന്ന് 12% ഉയർന്ന രീതിയിലാണ് അവർ വാങ്ങുന്നത്. ഡെലിവറി കമ്പനി കാനഡ പെൻഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സാണ്, FIIs ആണ്. അപ്പോൾ അവർ ഡെലിവറിയിൽ ഏകദേശം 2.5 കോടി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ വിൽക്കുകയാണ് എന്നുള്ള ന്യൂസ്. ബ്ലോക്ക് ഡീലാണിത്. മാൻകൈൻഡ് ഫൈൻമ, അതുപോലെ തന്നെ ഹീമ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ 37 ലക്ഷം ഷെയറുകൾ വിൽക്കുകയാണ്. ഇൻഫോസിസ് രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനീസിലൊരു കമ്പനിയാണ് ഇൻഫോസിസ്. അപ്പോൾ അവർ യൂറോപ്യൻ എൻറ്റിറ്റിയിൽ ആയിട്ടുള്ള KKRൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 5 ഇയർ ഓർഡറാണ്. ഡെൽറ്റ കോർപ്പ് രാജ്യത്തിലെ ആദ്യത്തെ അതല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കാസിനോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, ഷിപ്പിൻ്റെ അകത്തൊക്കെ കാസിനോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ കോർപ്പ് കമ്പനിയുടെ റിസൾട്ട് ഇന്നലെ വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 21 കോടി രൂപ ആണ് ഈ തവണ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 67 കോടി രൂപ ഉണ്ടായിരുന്നു. GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 28% GST പ്രശ്നത്തിൽ നിൽക്കുന്ന കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്. RVNL കമ്പനി ഇവർക്ക് 187 കോടി രൂപയുടെ ഓർഡർ മഹാരാഷ്ട്ര മെട്രോ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടി. കൂടാതെ തന്നെ 207 കോടി രൂപയുടെ ഓർഡർ സദേൺ ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടി. അദാനി പോർട്ട് കമ്പനി ഇവരുടെ പോർട്ട് വിപുലീകരിക്കുകയാണ്. ഈ ഒരു പോർട്ട് ദീൻദയാൽ പോർട്ടാണ് ഇവർ വിപുലീകരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയറിൽ 2027 കൂടിയിട്ട് ഈ ഒരു പോർട്ടിൻ്റെ ഉദ്ഘാടനം കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കിംസ് കമ്പനി സലൻസി ഹോസ്പിറ്റൽ 75 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. ഹാവൽസ് ഇന്ത്യ കമ്പനി ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കപ്പാസിറ്റി ഉയർത്തുകയാണ് എന്നുള്ള ന്യൂസാണ്. 375 കോടി രൂപ മുടക്കി ഇവരുടെ പ്ലാന്റ് നവീകരണം ചെയ്യുകയാണ്. മെഹായി ടെക്നോളജി കമ്പനി
855 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. HJ ഇൻഫ്ര കമ്പനി 455 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RVC സ്വിച്ച് കെയർ കമ്പനി 465 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അദ്വൈത് ഇൻഫ്രാടെക് കമ്പനി ഇവർക്ക് 73 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. M&M കമ്പനി ഇവരുടെ XCV 700ൻ്റെ വില കുറയ്ക്കുകയാണെന്നുള്ള ന്യൂസ്. HP അഡ്വൈസീവ് കമ്പനി യൂണിറ്റി ബോണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനീനെ ഇവർ ഏറ്റെടുത്തു. ONGC കമ്പനി സീറോ കാർബൺ രഹിതമായി ഇവരുടെ ബിസിനസ് മാറാനായിട്ട് ഏകദേശം 2 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. BLS ഇൻ്റർനാഷണൽ കമ്പനി വിസ സർവീസ് എല്ലാം തന്നെ നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ തുർക്കി ബേസ്ഡ് ആയിട്ടുള്ളൊരു വിസ സർവീസ് നടത്തുന്ന മറ്റൊരു കമ്പനീനെ ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, ഇതുപോലെ ന്യൂസ് ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പനികളുടെ റിസൾട്ട് വരികയാണല്ലോ, ഏത് കമ്പനിയുടെ റിസൾട്ട് ഏതൊക്കെ ദിവസമാണ്, IPO എന്നാണ്, ഡിവിഡൻഡ് എത്ര കിട്ടി, എത്ര റുപ്പീസാണൊക്കെ നമ്മുടെ ട്രേഡ് ബഡി എന്ന ടാബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 57,600, ബ്രന്റ് ഓയിൽ 84, ഗോൾഡ് $2,365, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 3% സ്പൈക്ക് ചെയ്ത് 14. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് 3 റെഡിലടച്ചു. ജർമ്മൻ മാർക്കറ്റ് 1.5%, ഫ്രാൻസ്, UK മാർക്കറ്റുകളിലെല്ലാം തന്നെ ഫോളായി. ഡോ ഫ്യൂച്ചർ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് ഫ്ലാറ്റായ രീതിയിൽ അവസാനിപ്പിച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കാണാം. ഇൻഫോസിസ് 1%, വിപ്ര 0.5% ഇടിഞ്ഞു. ICICI ബാങ്ക് 1% റാലി രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക് 1% ഇടിഞ്ഞൊരവസ്ഥയിലാണ് നിലവിൽ നമുക്ക് മാർക്കറ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. നമുക്ക് IT റിസൾട്ടുകളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കറിന് പണയപ്പെടുത്തി കിട്ടുന്ന കാശ് കൊണ്ട് ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കാണ് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് കയ്യിൽ നിന്ന് കാശ് എടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റോ നമുക്ക് പണയപ്പെടുത്തി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഈ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.